5 ലക്ഷം രൂപയുടെ ഫണ്ട് അക്കൗണ്ട് മുതൽ 2 കോടി രൂപയുടെ ഫണ്ട് അക്കൗണ്ട്സ് വരെയുണ്ട്. അപ്പോൾ 5 ലക്ഷം രൂപയുടെ ഫണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 5,000 റുപ്പീസ് ആവുമോ, നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ നമ്മൾ ഗ്രോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടും. ലക്ഷക്കണക്കിനുള്ള രൂപയുള്ള അക്കൗണ്ട് നമുക്ക് കിട്ടും. അതിൽ നിന്നാണ് നമുക്ക് പേ ഔട്ട്സും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. എന്താണ് അത്? ആ ഫണ്ടഡ് ഫണ്ട്സിൻ്റെ പ്രോഫിറ്റാണ്. നമ്മുടെ പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി നോക്കും, നമ്മുടെ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യും, പ്രോപ്പറായിട്ട് മണി മാനേജ് ചെയ്യും. നമുക്ക് നല്ലൊരു പ്രോഫിറ്റിൻ്റെ അകത്തുനിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഇല്ല എങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ഇത്. നിങ്ങൾക്ക് ഫണ്ട് തരാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ വലിയ കമ്പനീസ് ഉണ്ട്, അവരുടെ ഫണ്ടഡ് ഫിംസ് ഉണ്ട്. അതും ചെറിയൊരു എമൗണ്ട് കൊടുത്ത് 5 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെയുള്ള ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്ന് നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ 80% മുതൽ 90% നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫണ്ടഡ് അക്കൗണ്ട്സ്, എങ്ങനെയാണ് ഒരു ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. മൈ നെയിം ഈസ് ഹരികൃഷ്ണ. ഐ എം എ ക്രിപ്റ്റോ ആൻഡ് ഫോറക്സ് ട്രേഡർ. വെൽക്കം ടു മാർക്കറ്റ് ട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ തന്നെ എന്താണ് ഫണ്ടഡ് ഫിംസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫണ്ടഡ് ഫിംസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യാൻ ക്യാപിറ്റൽ ഇല്ല എങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ തരുന്ന ഒരു കമ്പനി ആണ് ഒരു ഫണ്ടഡ് ഫിം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഇല്ല എങ്കിൽ ആ ഒരു ക്യാപിറ്റൽ തരുന്ന ഒരു കമ്പനിയാണ് ഫണ്ടഡ് ഫിം. ആ ഒരു ഫണ്ടഡ് ഫിമ്മിൽ ഒരുപാട് ഫണ്ടഡ് അക്കൗണ്ട്സ് ഉണ്ട്. ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ ഫണ്ടഡ് അക്കൗണ്ട് മുതൽ 2 കോടി രൂപയുടെ ഫണ്ടഡ് അക്കൗണ്ട്സ് വരെയുണ്ട്. അതിൽ നമുക്ക് ഏത് വേണേലും പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ ഫണ്ടഡ് അക്കൗണ്ട് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 5,000 റുപ്പീസ് ആവുകയുള്ളൂ. അപ്പോൾ അതുപോലെ ഇത്ര ഫണ്ടഡ് അക്കൗണ്ട്സ് ആ ഒരു ഫണ്ടഡ് ഫിംസിനുള്ളിൽ കാണും. അതാണ് ഫണ്ടഡ് ഫിംസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫണ്ട് അക്കൗണ്ട് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സ് എടുക്കുന്ന 90% ആൾക്കാരും ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് അവർ ഒരു സർട്ടൺ ക്രൈറ്റീരിയാസും കാര്യങ്ങളും ഉണ്ട്. ഇത്ര പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈ ഒരു സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് പാലിച്ച് ഇത്ര ക്രൈറ്റീരിയാസിൽ അവർ മാച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഫസ്റ്റിലെ നമ്മൾ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡെമോ അക്കൗണ്ടാണ്. ആ ഒരു ഫണ്ട് അക്കൗണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ അറിയാം. നമ്മൾ ആ ഒരു ഫണ്ടഡ് ഫിമ്മിനെ നമ്മൾ കാണിച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്കൊരു ഫണ്ടഡ് അക്കൗണ്ട് നമുക്ക് റിയൽ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാണിച്ചു കൊടുക്കലാണ് ഇത്രയും ഒരു ക്രൈറ്റീരിയ നമ്മൾ മാച്ച് ചെയ്യണേ. അത് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മൾ എത്ര രൂപയുടെ ഫണ്ടഡ് അക്കൗണ്ടാണ് പർച്ചേസ് ചെയ്തത്, ആ ഒരു പർച്ചേസ് ചെയ്ത ഫണ്ടഡ് അക്കൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം അതിൽ നിന്ന് എടുക്കുന്ന പ്രോഫിറ്റും കാര്യങ്ങളും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ 90% ആൾക്കാരും അതിൻ്റെ അകത്ത് ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫെയിൽ ആവുന്ന എമൗണ്ട് ഓഫ് മണി എന്താണ്? അത് ആ ഫണ്ടഡ് ഫിംസിൻ്റെ പ്രോഫിറ്റാണ്. ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിച്ച ആ ഒരു മണിയില്ലേ, അത് അവരുടെ പ്രോഫിറ്റാണ്. അതിൽ നിന്നാണ് നമുക്ക് പേ ഔട്ട്സും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫണ്ടഡ് അക്കൗണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുന്നതിലുള്ള അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്താ നമുക്ക് ഫസ്റ്റിലേ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് കഴിഞ്ഞാൽ നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കിട്ടും. അതാണ് വളരെ വലിയ അഡ്വാൻറ്റേജ്. നമുക്ക് ക്യാപിറ്റൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്ത് ഒരു 5,000 10,000 കൊടുത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള വലിയ ലക്ഷക്കണക്കിനുള്ള രൂപയുള്ള അക്കൗണ്ട് നമുക്ക് കിട്ടുമെന്നുള്ളത് വളരെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു അഡ്വാൻറ്റേജാണ് ആ ഒരു ക്യാപിറ്റൽ, അത്രയും വലിയൊരു ക്യാപിറ്റലിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രോഫിറ്റും നമുക്ക് അതുപോലെ തന്നെ വലുതായിരിക്കും. അപ്പോൾ ആ ഒരു ക്യാപിറ്റലിൽ നിന്ന് എടുക്കുന്ന ഓരോരോ പ്രോഫിറ്റിൻ്റെ ഒരു ഹ്യൂജ് പോർഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വലിയൊരു പ്രോഫിറ്റ് തന്നെ ഈ ഒരു ഫണ്ട് അക്കൗണ്ട്സിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റിലെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കിട്ടും. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു പ്രോഫിറ്റിൻ്റെ അകത്ത് നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതിൻ്റെ അകത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് വായിച്ച് നോക്കി അതിൻ്റെ അകത്ത് നമ്മൾ അവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്രൈറ്റീരിയ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിക്കണം, അതിന് എത്ര എപ്പോൾ ട്രേഡ് എടുക്കാതിരിക്കണം, അങ്ങനത്തെ ഒരുപാട് ക്രൈറ്റീരിയസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി നോക്കും, നമ്മുടെ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യും, പ്രോപ്പറായിട്ട് മണി മാനേജ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ പ്രോപ്പറായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഓരോ ട്രേഡും നമ്മൾ എടുക്കുകയുള്ളൂ. അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഗുണം. നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിൽ നമ്മുടെ ഒരു കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ഓരോരോ ട്രേഡും നമ്മൾ എടുക്കും. പക്ഷേ ഫണ്ടഡ് അക്കൗണ്ട്സ് ഇത്ര ഡ്രോ ഡൗൺ എന്നുണ്ട്, ഒരു ദിവസം ഇത്ര പെർസെൻറ്റേജ് താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫണ്ടഡ് അക്കൗണ്ട് പോകും. ആൻഡ് ഇത്ര ഓവറോൾ ഇത്ര പെർസെൻറ്റേജ് ഓഫ് ലോസിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് നമുക്ക് പോകും.
ഓക്കെ. അപ്പോൾ ഇതൊക്കെ നോക്കി നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫണ്ട് അക്കൗണ്ട് കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ആ ഫണ്ട് അക്കൗണ്ട് മേടിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി മാത്രമാണ് നമ്മൾ ട്രേഡ് എടുക്കുകയുള്ളൂ. അത് വളരെ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് പേഴ്സണൽ അക്കൗണ്ടിൽ കിട്ടുന്ന ഒരു ഇതല്ല. നമ്മൾ മറ്റുള്ള ഒരു ഫണ്ട് അക്കൗണ്ട് നമുക്ക് ആ ഒരു എമൗണ്ട് ഓഫ് മണി കിട്ടണമെങ്കിൽ നമ്മൾ ഇത്രയും പ്രോപ്പറായിട്ട് നമ്മുടെ റിസ്ക്കും കാര്യങ്ങളും മാനേജ് ചെയ്ത് നമ്മുടെ മണി മാനേജ് ചെയ്ത് സ്ട്രാറ്റജി നോക്കി എല്ലാം നമ്മൾ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നോക്കണേക്കാളും കൂടുതൽ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ടൈം ചിലവഴിക്കുകയും ചെയ്യും, നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഗ്രോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടും. നെക്സ്റ്റ് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് റെഡ്യൂസ് ദ പേഴ്സണൽ ഫിനാൻസ് റിസ്ക്. നമ്മൾ ആ ഒരു എമൗണ്ട് എന്താണ് ആ ഒരു ഫണ്ട് അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു എമൗണ്ട് മാത്രമാണ് നമുക്ക് അതിൻ്റെ അകത്ത് നഷ്ടമാവുള്ളൂ എന്നാണ് ഇതിനകത്തെ വേറൊരു അഡ്വാൻറ്റേജ്. ആൻഡ് വേറൊരു എക്സ്ട്രാ ഒരു എമൗണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് നഷ്ടമാവില്ല. ഒരു 5,000 രൂപ വെച്ച് നമ്മളൊരു $5,000 ഒരു ഫണ്ട് അക്കൗണ്ട് പർച്ചേസ് ചെയ്തെങ്കിൽ നമുക്ക് ആ ഒരു $5,000 വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫുൾ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാവുന്നത് ഈ ഒരു 5,000 രൂപ മാത്രമാണ്. ഈ ഒരു 5,000 രൂപയ്ക്കാണ് നമ്മൾ ആ ഫണ്ട് അക്കൗണ്ട് മേടിച്ചത്. അപ്പോൾ 5,000 രൂപ മാത്രമാണ് നമ്മുടെ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ 5,000 രൂപ. ബട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഫണ്ട് അക്കൗണ്ട് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാലോ നമുക്ക് വളരെ വലിയ അഡ്വാൻറ്റേജാണ്. ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റലുണ്ട്. ഇത്രയും നമുക്ക് വലിയ പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഇത്തരം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മൈൻഡ് സെറ്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കും. ഇത്രയും വലിയ അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സ് മേടിച്ചു കഴിഞ്ഞാലും ഗുണം. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. മോസ്റ്റ്ലി ഇവരുടെ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ എല്ലാവരുടെയും തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഹൈ ന്യൂസിൻ്റെ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഇല്ല. ആൻഡ് അതുപോലത്തെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർക്കുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കി നമ്മൾ ട്രേഡ് എടുത്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് പോകും. അതുപോലെ തന്നെ ഇത്ര ഡ്രോ ഡൗൺ, ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഡ്രോ ഡൗൺ 3% ആണെന്ന് തോന്നുന്നു ഡെയിലി. ഓരോ ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ഡ്രോ ഡൗണിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് പോകും. ആൻഡ് ഒരു ഓവറോൾ ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഡ്രോ ഡൗൺ നമ്മുടെ ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫണ്ട് അക്കൗണ്ട് കിട്ടില്ല. അതുപോലത്തെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. ആൻഡ് ഹിഡൻ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് ആ ഫണ്ട് അക്കൗണ്ട് റീച്ച് ആയി പോകും. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പേ ഔട്ട് ഡിലേസ്. നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്ന ഓരോ പ്രോഫിറ്റ് നമ്മൾ പേ ഔട്ട് റിക്വസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് സംടൈംസ് ഇത് ഡിലേ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നല്ല പേ ഔട്ട്സും കൊടുക്കുന്ന ഫണ്ടഡ് ഫണ്ട്സും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കി സെലക്ട് ചെയ്തില്ലെങ്കിൽ പണി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇത്രയും നമ്മുടെ ഫണ്ടഡ് ഫണ്ട്സിൻ്റെ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കി നമ്മൾ പ്രോപ്പറായിട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒരു ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ ഡ്രോഡൗൺസും കാര്യങ്ങളും എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതിൻ്റെ പേഴ്സണലി ഞാൻ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഫണ്ടിൻ പിപ്സ് എന്ന് പറഞ്ഞ ഒരു ഫണ്ടഡ് ഫണ്ട്സിൻ്റെ ഒരു ഫണ്ടഡ് അക്കൗണ്ടാണ് എടുത്തേക്കുന്നത്. ഓൾമോസ്റ്റ് $10 lakh ഒരു ഫണ്ടഡ് അക്കൗണ്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ ഡ്രോഡൗൺസും കാര്യങ്ങളും എത്ര പെർസെൻറ്റേജ് ഉണ്ടാക്കണം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം.